നമസ്കാരം, ശംഖുലിയിലേക്ക് സ്വാഗതം. ക്ഷേത്ര കലാരൂപങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മുടിയേറ്റ് എന്ന കലാരൂപത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഭദ്രകാളി പ്രീണനത്തിനായി മധ്യ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ്. ഭഗവതി കാവുകളിലും തറവാട്ട് ക്ഷേത്രങ്ങളിലും പ്രാചീന നൃത്തനാടക രൂപത്തിൽ ധാരികവധം പ്രമേയമാക്കി കുറുപ്പ് മാരാർ സമുദായക്കാർ അവതരിപ്പിച്ചു വരുന്ന അനുഷ്ഠാന കലാരൂപമാണിത്. അലങ്കരിച്ച പന്തലിൽ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ഭദ്രകാളി രൂപത്തിൽ കളമെഴുതി തിരിയൊഴിച്ചിൽ, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ എന്നീ ചടങ്ങുകളോടെ ആരംഭിച്ച് അസുര ചക്രവർത്തിമാരായ ദാരികൻ്റെയും ദാനവേന്ദ്രൻ്റെയും നീചപ്രവൃത്തികളെ നാരദർ മുഖേന രംഗാവതരണം നടത്തുകയും അവസാനം കാളി ദാരിക യുദ്ധത്തിൽ ദാരികനെ നിഗ്രഹിക്കുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് മുടിയേറ്റിൽ അവതരിപ്പിച്ചു വരുന്നത്. ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ എന്നിവരെ കൂടാതെ സദസ്സിൻ്റെ വിരസതയും ഭീതിയും ഒഴിവാക്കുന്നതിനായി വിദൂഷകരായ കൂളിയും കോയമ്പടായരും രംഗത്തെത്തുന്നു. ദുർമാർഗിയായ ദാരികനെ ശ്രീ ഭദ്രകാളി യുദ്ധം ചെയ്ത് വധിച്ച് സർവ്വലോക നന്മ ഉറപ്പുവരുത്തുന്ന കഥയാണ് മുടിയേറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. സംഗീതാത്മകമായ സംഭാഷണങ്ങളുടെ അകമ്പടിയായി വീക്കുചെണ്ട, ഉരുട്ടുചെണ്ട, ഇലത്താളം, ചേങ്കില, കൊമ്പ്, കുഴൽ എന്നീ വാദ്യങ്ങൾ അരങ്ങിലെത്തുന്നു. നിലവിളക്കും പന്തങ്ങളും തീവെട്ടിയുമാണ് ദീപസംവിധാനം. കഥകൾക്കുള്ളതുപോലെ തിരശീല ഇവിടെയും ഒരുക്കാറുണ്ട്. സൂര്യാസ്തമയം മുതൽ പുലരും വരെയാണ് സാധാരണ മുടിയേറ്റ് അവതരിപ്പിച്ചു വരുന്നത്. മുടിയേറ്റിൻ്റെ ചില അംശങ്ങളിൽ ചാക്യാർ കൂത്തിനോടും കഥകളിയോടും സാമ്യമുണ്ട്. കഥാപാത്രങ്ങൾക്ക് മുഖത്ത് ചമയവും കിരീടവും ഉടുത്തുകെട്ടും ഉണ്ട്. കാളിയുടെ മുഖം അരിമാവും ചുണ്ണാമ്പും ചേർത്ത് ചുട്ടികുത്തുന്നു. മരമോ ലോഹമോ കൊണ്ടുണ്ടാക്കിയ വലിയ കിരീടത്തിൽ കുരുത്തോല തോരണങ്ങൾ കൊണ്ട് മുടി തീർത്ത് കാളി ശിരസിൽ അണിയുന്നു. കാളി പുറപ്പാട് ഈ കലാരൂപത്തിൻ്റെ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരിനമാണ്. കാളിവേഷമണിഞ്ഞ് കലാകാരനെ വലിയ ആരവങ്ങളോടെയാണ് സ്വീകരിക്കുന്നത്. കത്തിച്ച പന്തവും തെള്ളിയേറും വലിയ അലർച്ചയും ഒക്കെ കൊണ്ട് രംഗം ഭീകരമായാണ് അപ്പോൾ കാണാൻ കഴിയുന്നത്. കാളിയുടെ കയ്യിൽ ഒരു വലിയ വാളുണ്ടായിരിക്കും. ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ കേൾക്കുമ്പോൾ കാളിക്ക് കലി കയറുന്നു. ഈ കലി കുറേ സമയം നീണ്ടു നിൽക്കും. പിന്നീട് പോർവിളിയും ആയുധനോട്ടവും ഒക്കെ നടക്കും. കാളി പോർവിളിക്കുമ്പോൾ അകലെ മറഞ്ഞു നിൽക്കുന്ന ദാരികൻ മറുപടി പറയുന്നു. ഇവർ തമ്മിലുള്ള സംഭാഷണം കുറേയേറെ നീണ്ടു നിൽക്കുന്നു. പിന്നീട് പുറപ്പാട് നടക്കുന്നത് കോയമ്പിട നായരുടേതാണ്. ഈ രംഗപ്രവേശന വേളയിൽ കാളി മുടിയഴിച്ച് പീഠത്തിലിരിക്കും. അരങ്ങുവാഴ്ത്തി കോയമ്പിട നായർ മറയുമ്പോൾ കാളി മുടിമുറുക്കി രംഗത്തെത്തുന്നു. അഭിനയ പ്രധാനമായ ഒരു രംഗമാണ് കാളിയും ദാരികനുമായി കണ്ടുമുട്ടുന്ന രംഗം. കാളി ദാരികനെ വധിക്കുന്ന രംഗം വരെ ഏറ്റവും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. ഭയവും ഭക്തിയും ആസ്വാദനവുമൊക്കെ ഒരേ സമയം നിറയുന്ന കാഴ്ചയാണ് പിന്നീട് മുടിയേറ്റ് കളത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ കാളിയുടെ കലി കുറേ സമയം നീണ്ടു നിൽക്കും. കുറേ സമയത്തിന് ശേഷം കാളി കയ്യിലൊരു മുടിയുമായി വരുന്നു. അത് ദാരികൻ്റെ മുടി അല്ലെങ്കിൽ കിരീടം എടുക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുന്നതാണ്. ദാരികൻ്റെ മുടി എടുക്കുന്നതോടുകൂടിയാണ് കഥ അവസാനിക്കുന്നത്. ഇതിനെയാണ് മുടിയേറ്റ് അല്ലെങ്കിൽ മുടിയെടുപ്പെന്ന് പറയുന്നത്. മുടിയേറ്റ് എന്ന ഈ അനുഷ്ഠാന കല പണ്ട് മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലയാണ്. ഭദ്രകാളി പ്രീണനത്തിന് വേണ്ടി തന്നെയാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭയവും ഭക്തിയും ഒക്കെ നിറഞ്ഞൊരു മനസ്സോടെയാണ് മുടിയേറ്റ് എന്ന ചടങ്ങ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അന്യം നിന്നു പോകുന്ന ഇത്തരം അനുഷ്ഠാന കലകളെ പരിപോഷിപ്പിക്കേണ്ടത് ഓരോ ഹൈന്ദവരുടെയും ആവശ്യമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമാണ് നമ്മൾ ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. പുതിയ വിശേഷമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.